ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 6 ഇന്ന് ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം ഓർക്കുന്ന ദിവസമാണ്. ഇത് ഒരു വലിയ പെരുന്നാൾ കൂടിയാണ് കേട്ടോ. 4-ാം ശതാബ്ദം മുതൽ ഈശോയുടെ ഈ മറുരൂപ പെരുന്നാൾ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങിയിട്ടുണ്ട്. രൂപാന്തരീകരണ തിരുനാൾ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ താബോർ മലയിലേക്ക് ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടതും അവിടുത്തെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചതും വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെണ്മ പൂണ്ടതും മോശയും ഏലിയാസും അവിടുത്തോട് സംഭാഷിക്കുന്നതായി അവർ അപ്പോൾ കണ്ടതും. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നല്ലത്, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരം നിർമ്മിക്കാം. ഇങ്ങനെ പറഞ്ഞ ആ താബോർ മലയിലെ രൂപാന്തരീകരണമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ശിഷ്യന്മാർക്കൊക്കെ, അപ്പസ്തോലന്മാർക്ക് വെറുതെ ഒരു ചെറിയ അസ്വസ്ഥത. പത്രോസ് യാക്കോബ് യോഹന്നാനെ മാത്രം വിളിച്ചു കൊണ്ടുപോയിട്ട്, ഗുരു എന്താ അവിടെ പറഞ്ഞത്? പ്രിയ സഹോദരങ്ങളെ, ഗുരു എപ്പോഴൊക്കെ സ്പെഷ്യലായിട്ട് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടോ, ആ വിളിച്ചു കൊണ്ടുപോകൽ ഭൗതികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ സന്തോഷത്തിനാവില്ല. ആത്മീയ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. എന്നാൽ ഭൗതികമായ വലിയ സഹനങ്ങളാണ് ഗുരു തൻ്റെ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകുക. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്താനാണ് ക്രിസ്തുവിൻ്റെ ദൗർബല്യത്തിൻ്റെ നിദാനമായ തിരശീല സ്വൽപ്പ നേരത്തേക്കൊന്ന് മാറ്റിവെച്ച് ഈശോ ഈയൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വമാണ്. ഈശോ അവിടെ എന്താ സംസാരിച്ചത്? ഈശോ തൻ്റെ കുരിശുമരണത്തെ പറ്റിയാണ് അവിടെ സംസാരിച്ചതെന്ന് പറയപ്പെടുന്നു. ഈശോ തനിക്ക് ഇഷ്ടപ്പെട്ട 3 പേരെ വിളിച്ചിട്ടാണ് അത് കാണിച്ചു കൊടുത്തത്. മറ്റൊരു കാര്യം കൂടെ ഈശോ പറഞ്ഞു, ജീവിത സങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വമാണ്. ജീവിത സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളരാതെ നിൽക്കണം, അതിൻ്റെ അവസാനം സ്വർഗമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ വാക്കുകൾ നമുക്കെപ്പോഴും ഓർക്കാം. ജീവിത സങ്കടങ്ങളുടെ അവസാനം സ്വർഗമാണ്. സങ്കടങ്ങൾ ശരിയായ അർത്ഥത്തിൽ സഹിച്ചാൽ അത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറും. ക്രിസ്തുവിൻ്റെ, ഈശോയുടെ മറുരൂപപ്പെരുന്നാൾ എന്ന് ഇതിനെ പറയും. പണ്ട് വലിയ ആഘോഷമായിരുന്നു, ഇപ്പോൾ ആഘോഷമൊന്നും ഇല്ല. ഈശോ ഈ രൂപാന്തരീകരണത്തിൽ പറഞ്ഞത് തൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അഗ്രതയിലെ മേരി എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ, അഗ്രതയിലെ ആ സിസ്റ്റർക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു ദർശനവും സന്ദേശവും ഇപ്രകാരമായിരുന്നു: മരണത്തിൻ്റെ മണിക്കൂറിനെ മറക്കുന്നതും മരണശേഷം കാർക്കശ്യമുള്ള വിധിയാളൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടേണ്ടി വരും എന്ന കാര്യവും മകളെ നീ ഓർക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞതാണ്. അതായത് മരണത്തിൻ്റെ മണിക്കൂറിനെ മറക്കുന്നത്, മരണശേഷമുള്ള കാർക്കശ്യമുള്ള വിധിയെ ഓർക്കാതിരിക്കുന്നത്,
ഈ രണ്ട് കാര്യവും ഓർക്കണം. അതായത് ഒരു മനുഷ്യൻ ജനിച്ചാൽ മരിക്കും. പരിശുദ്ധ അമ്മ മരിയയോട് പറഞ്ഞു, ഇപ്പറഞ്ഞ വാതിലിൽ കൂടിയാണ് പാപം ലോകത്തിൽ രംഗപ്രവേശം ചെയ്തത്. സർപ്പം സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് വീഴ്ത്തിയ വാക്കുകൾ. അവൾ മരിക്കില്ല എന്നും അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നുമാണ് സാത്താൻ പ്രലോഭിപ്പിച്ചത്. മരിക്കില്ല എന്ന് ഉള്ള ചിന്ത മനുഷ്യമക്കളെ മുഴുവൻ വലിയ പാപത്തിലേക്ക് നയിക്കും. കാരണം തങ്ങളുടെ പാപം മൂലം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദുരിതത്തെ മുന്നിൽ കാണാതിരിക്കാൻ നീ മരിക്കില്ല എന്ന് പിശാച് പറഞ്ഞു. അങ്ങനെ ഞാൻ മരിക്കില്ല എങ്കിൽ പിന്നെ ഞാനെന്തിന് ഇതുപോലെ നന്മ ചെയ്ത് ജീവിക്കണം? പ്രിയ സഹോദരങ്ങളെ, വലിയ ചതിക്കുഴിയാണ്. താബോർ മലയിൽ വെച്ച് ഈശോ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങളും ചിലപ്പോൾ മരണത്തെ കണ്ടുമുട്ടേണ്ടി വരും. പക്ഷേ ഒന്ന് ഓർക്കുക, ഈ ലോകത്തെ സങ്കടങ്ങൾ നിങ്ങൾക്ക് സ്വർഗം ആണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ അഗരതയിലെ മേരിയോട് പറഞ്ഞു, നിത്യദുരിതത്തെ മുന്നിൽ കാണാതെ മരിക്കാൻ ഇടവരരുത്. നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. കാരണം മരണം സത്യമാണ്. അതുകൊണ്ട് നീ നിൻ്റെ മരണത്തിൻ്റെ അനിവാര്യതയും അതിൽ നിന്ന് വിടുതിയില്ല എന്നുള്ളതും എപ്പോഴും ഓർക്കുക. എപ്പോഴും ഓർക്കണമെന്ന്. ക്രിസ്ത്യാനികരണത്തിൽ പറയുന്ന പോലെ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും സ്വന്തം മരണവും വേണ്ടപ്പെട്ടവരുടെ മരണവും മനസ്സിൽ കൊണ്ടുവരണമെന്ന്. അപ്പോൾ മരിയയോട് അമ്മ പറഞ്ഞു, നീ ഓർക്കുക, നീ ഏറെ സ്വീകരിക്കുകയും തീരെ കുറച്ച് മാത്രം തിരികെ നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും നമ്മുടെ ജീവിതം കാഴ്ചവെക്കണം. ജീവിത മണ്ഡലത്തിൽ എത്രത്തോളം സമൃദ്ധിയായി വരദാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ അത്രത്തോളം കർക്കശമായിരിക്കും കണക്ക് കൊടുക്കലിൻ്റെ വേള എന്നും സ്മരിക്കുക എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു. ഈ വിധിയാളൻ കഠിനമായി വിധിക്കും. നീ നിൻ്റെ എല്ലായിടത്തും എല്ലായ്പ്പോഴും സർവാത്മന സമർപ്പണത്തോടുകൂടി സഹകരിക്കുകയും സേവനമറിയുകയും ചെയ്യുക. പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിച്ചു, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കണം. ഈശോ താബോർ മലയിൽ വെച്ച് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. നിങ്ങളും ഇതുപോലെ പീഡിപ്പിക്കപ്പെടും. പക്ഷേ നിങ്ങൾക്ക് ഈ അനുദിന ജീവിതത്തിലെ കുരിശുകൾ ഏറ്റെടുത്താൽ കിട്ടുന്നത് സ്വർഗമാണ്. ഇന്ന് നമുക്ക് ഈശോയുടെ രൂപാന്തരീകരണത്തിനെക്കുറിച്ച് ധ്യാനിക്കാം. 4-ാം ശതാബ്ദം മുതൽ ഈശോയുടെ മറുരൂപപ്പെരുന്നാൾ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങി. പൗരസ്ത്യ സഭയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു പണ്ട്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള ഈ ദിവസത്തിൽ അമ്മയുടെ വലിയ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മറുരൂപപ്പെരുന്നാൾ നമ്മളും ജീവിതത്തിൽ ഇതുപോലെ സൂര്യനെ പോലെ തേജസ്സുള്ളവരായി തീരാൻ പ്രാർത്ഥിക്കാം. സ്വർഗാരോപണ തിരുനാളിന് വേണ്ടിയുള്ള ഈ 6-ാം ദിവസത്തെ ഒരുക്കത്തിൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. എന്നും നമുക്ക് ഓർക്കാം, മരണം അത് എപ്പോൾ വേണമെങ്കിലും
കടന്ന് വരും. മരണത്തിന് മുന്നറിയിപ്പൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ അത് കടന്നു വരും. നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ച് മെൻ്റലാവാനല്ല, എപ്പോഴും നമ്മൾ വിചാരിക്കണം, ഈ നിമിഷം നമ്മെ ഈശോ വിളിച്ചാൽ നമുക്ക് പോകണം. അപ്പോൾ കുറേ പാപങ്ങൾ വിടുതൽ പ്രാപിക്കും. കുറേയധികം പാപങ്ങൾ. നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ പറയുമ്പോൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനല്ല പറയുന്നത്. ജനിച്ചാൽ ഒരു ദിവസം മരിക്കും, അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ പാപം ചെയ്യാൻ നമുക്ക് ഒരു ഭയം വരും. അന്ത്യവിധി നമ്മളെപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നാൽ പാപം ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഇല്ലാതാകും. പാപം ചെയ്യാതെ ജീവിക്കാനാണല്ലോ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഓരോ ഭക്താഭ്യാസങ്ങളും ധ്യാനങ്ങളും നടത്തുന്നത്. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ തരണേ, കൃപ തരണേ എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പാപം ചെയ്യാതിരിക്കാൻ ഉള്ള ഏറ്റവും നല്ലതും എളുപ്പമുള്ളതുമായ മാർഗം മരണം ഓർക്കുകയാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ അന്ത്യവിധിക്കായി നിൽക്കുമ്പോൾ ഈ പാപങ്ങൾക്കൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? ഞാൻ ഇന്ന് മരിച്ചാൽ എല്ലാം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും കോപവും ഒക്കെ വെച്ചിരിക്കുന്നത്? അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ ജീവിത പങ്കാളി ഇന്ന് മരിച്ചാൽ കഴിഞ്ഞില്ലേ കാര്യം? നമ്മുടെ മക്കൾ നമ്മളെ ഉപദ്രവിച്ചു, നമ്മളെ വേദനിപ്പിച്ചു, ശരിയാണ്. പക്ഷേ നാളെ അവൻ അല്ലെങ്കിൽ അവൾ മരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കഴിഞ്ഞില്ലേ? അപ്പോൾ മരണമോർത്ത് നമുക്ക് വിശുദ്ധരാകാൻ പറ്റും. അതാണ് ക്രിസ്ത്യാനികരണത്തിൽ പറയുക. എപ്പോഴും പറയുന്നത് സന്യാസിമാർ മരണത്തെ ഓർക്കണമെന്നാണ്. മരണത്തെ ഓർത്താൽ മറ്റൊരു ഗുണമുണ്ട്. ഈ ജീവിതം നശ്വരാണ്. നമുക്ക് ഈശോയുടെ അടുത്തുള്ള ജീവിതം മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത് ഈശോയോടൊത്ത് നിത്യം വസിക്കാൻ വേണ്ടിയുള്ള പ്രയാണമാണ്. എപ്പോഴും ഓർക്കണം, ഇപ്പോൾ നമ്മുടെ ഭൂമി മറ്റുള്ളവർ കയ്യേറി നമ്മളതിൻ്റെ നിയമവശങ്ങൾ പോകും, അതല്ല എങ്കിലും മനസ്സിലോർക്കണം, നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആഗ്രഹം വരുമ്പോൾ നമുക്കോർത്താൽ, മരണമോർത്താൽ വളരെ നല്ലതാണ്. നാളെ ഞാൻ മരിച്ചാൽ ഇത് കൊണ്ടുപോവില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ വെട്ടിപ്പിടിക്കുന്നത്? എന്തിനാണ് ഞാൻ മറ്റുള്ളവരെ ചതിച്ച് വഞ്ചിച്ച് ഇങ്ങനെ വാരിക്കൂട്ടുന്നത്? നാളെ ഒരു അറ്റാക്കോ ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു രോഗമോ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് എല്ലാത്തിനും മരണം ഓർക്കുന്നത് നല്ലതാണ്. ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ പറ്റും. ഞാൻ പലപ്പോഴും ജീവിത പങ്കാളികളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നവരോടും മക്കളുടെ വിഷമങ്ങൾ പറയുന്നവരോടും ഞാൻ പറയാറുണ്ട്, ഇവർ മരിച്ചാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? അപ്പോൾ അവിടുന്ന് പ്രതികരിക്കും, അയ്യോ അത് വേണ്ട ചേച്ചി, അങ്ങനെയാണെങ്കിൽ ക്ഷമിക്ക്, അവർ മരിച്ചാൽ നിനക്കത് സഹിക്കില്ലല്ലോ, അപ്പം അതുകൊണ്ട് അവരിൽ നിന്നുള്ള വേദന സഹിക്ക്. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ ഞാനീ പറയുന്ന ചിന്താഗതി ഇത് കേൾക്കുന്നവർക്ക് സ്വീകരിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ എനിക്ക് അത് സ്വീകാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു പരിധി വരെ എന്നല്ല, പൂർണ്ണമായും മരണം ചിന്തിച്ചാൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും, ഹൃദയം വിശുദ്ധമാക്കാൻ പറ്റും. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ 9 ദിവസം ഇനി മാതാവിൻ്റെ മരണത്തിന് വേണ്ടി, അതായത് മാതാവിൻ്റെ നിദ്രയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാണ്. ഇന്ന് യേശുവിൻ്റെ മരണം യേശു തൻ്റെ ശിഷ്യന്മാരോട് മുന്നറിയിപ്പ് കൊടുത്ത ദിവസമാണ്. മാതാവും ഈശോയും ഒക്കെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുന്നറിയിപ്പിൽ ഒരു കാര്യമുണ്ട് അല്ലേ?
നമ്മുടെ മരണം നമ്മളും മുന്നേ തന്നെ ചിന്തിച്ച് ധ്യാനിച്ച് ഇരിക്കണം. അപ്പോൾ മരണത്തിന് മുമ്പ് നമ്മുടെ ജീവിതം നന്നാക്കണം, വിശുദ്ധിയുള്ളതാക്കണം. കാരണം മരണത്തിന് ശേഷം ഒരു അന്ത്യവിധിയുണ്ട്, ഉറപ്പാണ്. അത് പരമമായ സത്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എന്നോട് ചോദിച്ചു, അന്ത്യവിധി ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു, ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ പല ദർശനങ്ങളിലൂടെയും കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ അതെനിക്ക് തന്നെയുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം എന്ന് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ഓരോരുത്തർക്ക് ദൈവം തരുന്ന ഓരോ സന്ദേശങ്ങളാണ്. പക്ഷേ സഭ പഠിപ്പിക്കുന്നു അന്ത്യവിധിയുണ്ട്, സ്വർഗം നരകം, മരണം, ഇതൊക്കെയാണ് സത്യങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നന്നാവാൻ നോക്കാമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് നുണ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. നീ ഓൾറെഡി ക്രിസ്ത്യാനിയാണല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും. കാരണം ഇതിന് ശേഷം ഒരു നല്ല സ്ഥലം ഞാൻ കണ്ടിട്ടുള്ള ദർശനത്തിലുണ്ട്. ആ സ്ഥലത്ത് എത്തിപ്പെടാനാണ് നമ്മൾ ഇവിടെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മരണം ഓർക്കുന്നത് നല്ലതാണ്. കാരണം മരണത്തിൻ്റെ ആ നിമിഷത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥയാണ് അന്ത്യവിധി. പ്രിയ സഹോദരങ്ങളെ, ഈ രൂപാന്തരീകരണ തിരുനാളിൽ കർത്താവ് അതല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് സഹനം വരാനിരിക്കുന്നു, ഞാനിപ്പോൾ പോകും, ഞാൻ പീഡനങ്ങൾ സഹിക്കും, 3-ാം ദിവസം ഞാൻ ഉയർക്കും. അപ്പോൾ എൻ്റെ മരണം കണ്ട് നിങ്ങൾ പകയ്ക്കേണ്ട, അതേ അവസ്ഥ നിങ്ങൾക്കും വരും. അതിലൂടെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിതാവിനോടൊത്തുള്ള ജീവിതമാണ്. അത് ഊഹിക്കാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല, അത് വർണ്ണിക്കാനും കഴിയില്ല. സ്വർഗം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു മുന്നാസ്വാദനം പോലെ ഒരു ചെറിയ ചെറിയ അംശങ്ങളെ വിശുദ്ധർ പോലും കണ്ടിട്ടുള്ളൂ, ദൈവം കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. സ്വർഗം ആരും കണ്ടിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിന് വേണ്ടി, സ്വർഗപിതാവുമൊത്തുള്ള നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് കിട്ടാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം മരണം ഓർക്കുകയാണ്. നമുക്ക് മരണത്തെ ഓർക്കാം. മാതാവിൻ്റെ നിദ്ര, മാതാവിൻ്റെ സ്വർഗീയ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അതുപോലെ മരിക്കാൻ നമുക്കും കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈശോ മരിച്ചതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ജീവിതം അങ്ങനെ ഒഴിഞ്ഞു വയ്ക്കാൻ, അതിനു വേണ്ടി യാഗബലിയായി കൊടുക്കാനും നമുക്കും കഴിഞ്ഞാൽ നല്ലത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.